നീണ്ട 12 ദിവസത്തിന് ശേഷം ലോകം മുഴുവൻ കാത്തിരുന്ന ഇറാനും ഇസ്രയേലും തമ്മിലുള്ള യുദ്ധം അവസാനിപ്പിച്ചുവെന്ന വാർത്ത പുറത്തു വരുമ്പോഴും ഒരുപാട് സംശയങ്ങൾ ഇപ്പോഴും ബാക്കിയായി നിലനിൽക്കുന്നുണ്ട്. ആണവ കരാറിനെ ചൊല്ലിയുള്ള അമേരിക്കയുടെയും ഇറാന്റെയും ഇടയിൽ പ്രശ്നങ്ങൾ നിലനിൽക്കുമ്പോഴാണ് അപ്രതീക്ഷിതമായി ഇസ്രയേൽ ഇറാനെ ആക്രമിച്ചത്. ഇറാനെതിരെ ഒരു പണി കൊടുക്കുന്നത് പോലെ തന്നെയായിരുന്നു അത്. അതിന്റെ പുറകിൽ അമേരിക്ക തന്നെയാണെന്ന് എല്ലാവർക്കും അറിയുള്ള കാര്യവുമായിരുന്നു. ഇടയ്ക്ക് ലോകരാജ്യങ്ങളെല്ലാം കൂടി ഇസ്രയേലിനോട് യുദ്ധം അവസാനിപ്പിക്കാൻ ആവശ്യപ്പെട്ടപ്പോഴും ഖമേനിയെ കൊന്നിട്ടല്ലാതെ ഇതിനൊരു അവസാനമില്ല എന്നാണ് ഇസ്രയേൽ പറഞ്ഞത്. പിന്നീട് അമേരിക്ക ഇറാനെതിരെ ആക്രമണത്തെ അഴിച്ചുവിട്ട കാഴ്ചയും നമ്മൾ കണ്ടതാണ്. നടപടി ലക്ഷ്യം കണ്ടു എന്ന് ട്രംപ് സന്തോഷിച്ചു എന്ന് മാത്രമല്ല, ഇറാൻ നടത്തിയ പ്രത്യാക്രമണത്തെ നിസ്സാരവൽക്കരിക്കുകയും ചെയ്തു. ഇതെല്ലാം കഴിഞ്ഞ ശേഷം ഒരു സമാധാന കരാർ പുറത്തു വരിക, അതും ട്രംപ് തന്നെ ചുക്കാൻ പിടിച്ചുകൊണ്ടുള്ള കരാർ. അവിടെയാണ് സംശയങ്ങൾ ബാക്കിയാവുന്നത്. സമാധാനമാണ് ലക്ഷ്യമെങ്കിൽ ഈ പ്രശ്നത്തെ ഇത്ര കണ്ട് മൂപ്പിക്കാൻ ട്രംപ് മെനക്കെടില്ലല്ലോ. ട്രംപിന്റെ വാക്കിന് മറുവാക്കില്ല എന്നാണ് ഇസ്രയേലിന്റെ നയം പോലും. അപ്പോൾ പിന്നെ വെടിനിർത്തൽ വൈകിപ്പിച്ചതെന്തിന്? രൂക്ഷമായ മിസൈൽ ആക്രമണത്തിന് പിന്നാലെ ഇസ്രയേലുമായി വെടിനിർത്തൽ പ്രാബല്യത്തിൽ വന്നതായി ഇറാൻ തന്നെയാണ് ആദ്യം അറിയിച്ചത്. ഇതിനു പിന്നാലെ ഇസ്രയേലും ഇറാനും തമ്മിൽ വെടിനിർത്തൽ പ്രാബല്യത്തിൽ വന്നതായി അമേരിക്കൻ പ്രസിഡന്റ് ട്രംപും സമൂഹ മാധ്യമമായ ട്രൂത്തിൽ പോസ്റ്റ് ചെയ്ത പുതിയ കുറിപ്പിലൂടെ വ്യക്തമാക്കിയിട്ടുമുണ്ട്. ഇരു രാജ്യങ്ങളും കരാർ ലംഘിക്കരുതെന്നും അദ്ദേഹം ആവശ്യപ്പെട്ടിട്ടുണ്ട്. ഇസ്രയേലും വെടിനിർത്തൽ അംഗീകരിച്ചതായിട്ടാണ് റിപ്പോർട്ടുകൾ പുറത്തുവരുന്നത്. സമവായം സാധ്യമാകുന്നത് കനത്ത നാശം വിതച്ച 12 ദിവസത്തെ നേർക്കുനേർ ആക്രമണത്തിന് പിന്നാലെയാണ് എന്നത് സന്തോഷമുള്ള കാര്യം തന്നെയാണ്. പക്ഷേ അത് അത്ര കണ്ട് വിശ്വസിക്കാൻ പറ്റുന്നതല്ല എന്നുള്ളതാണ് പ്രശ്നം. ഇന്ത്യൻ സമയം രാവിലെ 9:30 വെടിനിർത്തൽ നിലവിൽ വന്നതെന്ന് ഇറാൻ പ്രസ് TV പറഞ്ഞിട്ടുണ്ട്. ഇന്ത്യൻ സമയം രാവിലെ 9:30 വെടിനിർത്തൽ നിലവിൽ വന്നതെന്ന് ഇറാൻ പ്രസ് TV അറിയിച്ചു. ഇതുമായി ബന്ധപ്പെട്ട നിർണായക പ്രഖ്യാപനം നടത്തിയത് US പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് ആണ്. വെടിനിർത്തൽ പ്രഖ്യാപനം ലംഘിക്കരുതെന്നും ട്രംപ് പറയുകയുണ്ടായി. 2 ഘട്ടങ്ങളിലായി സമ്പൂർണ്ണ വെടിനിർത്തലിന് ഇരു രാജ്യങ്ങളും സമ്മതം അറിയിച്ചതായി ട്രംപ് വ്യക്തമാക്കിയിരുന്നു. ഇറാനാണ് ആദ്യം വെടിനിർത്തുക. 12 മണിക്കൂറിന് ശേഷം ഇസ്രയേലും വെടിനിർത്തുമെന്നും ട്രംപ് പറഞ്ഞിരുന്നു. ഖത്തറിന്റെ സഹായത്തോടു കൂടിയാണ് അമേരിക്ക ഇറാനുമായി ധാരണയിലെത്തിയതെന്ന് അന്താരാഷ്ട്ര വാർത്താ ഏജൻസിയായ റോയിട്ടേഴ്സ് റിപ്പോർട്ട് ചെയ്തിരുന്നു. അതേസമയം വെടിനിർത്തൽ പ്രാബല്യത്തിൽ വരുന്നതിന് തൊട്ടു മുൻപ് വരെ കനത്ത ആക്രമണമാണ് ഇറാനും ഇസ്രയേലും തമ്മിൽ നടത്തിയത്. ഇസ്രയേലിലെ ബീർഷെബയിൽ ഇറാൻ നടത്തിയ ബാലിസ്റ്റിക് മിസൈൽ ആക്രമണത്തിൽ 7 പേർ കൊല്ലപ്പെട്ടപ്പോൾ ടെഹ്റാൻ ലക്ഷ്യമാക്കി ഇസ്രയേലും കനത്ത ആക്രമണം തന്നെ നടത്തുകയുണ്ടായി. ഖത്തറിലെയും ഇറാഖിലെയും വ്യോമതാവളങ്ങൾക്ക് നേരെയുള്ള ഇറാൻ ആക്രമണത്തിന് പിന്നാലെയായിരുന്നു ഡൊണാൾഡ് ട്രംപിന്റെ വെടിനിർത്തൽ പ്രഖ്യാപനം. യുദ്ധം അവസാനിപ്പിച്ചു എന്നൊരു പ്രതീതി വരുത്തിക്കൊണ്ട് കൂടുതൽ അക്രമങ്ങൾ തുടങ്ങാനാണോ, അതോ ഖമേനിയെ മതിയെന്ന് പറഞ്ഞ നെതന്യാഹുവിന് അതിനുള്ള ഉത്തരം ഇറാന്റെ സൈനിക കേന്ദ്രങ്ങളിൽ നിന്നും ലഭിച്ചോ എന്നൊന്നും ഇതുവരെയും വ്യക്തമല്ല. എന്തായാലും ഒന്നും കാണാതെ ട്രംപ് ഇങ്ങനെയൊരു നീക്കം നടത്തില്ല എന്നുള്ളത് കൊണ്ട് തന്നെ ഇറാൻ ഒന്ന് കരുതിയിരിക്കുന്നത് നല്ലതാണ്.